ഹായ് ഡിയേഴ്സ്, സ്റ്റേ വേക്കൻസി റൗണ്ടുമായി സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കൂടാതെ NRI കോട്ടയിലേക്കുള്ള അഡ്മിഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുന്നുണ്ട്. എലിജിബിൾ ആയുള്ള കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് സിഇയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് കുട്ടികളുടെ സംശയം, അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾക്കനുസരിച്ച് വ്യത്യസ്ത കോളേജുകളിൽ നിങ്ങളുടെ പേരുകൾ വന്നിട്ടുണ്ടാകും. അപ്പൊ എല്ലാ കോളേജിലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് കോളേജുമായിട്ട് ബന്ധപ്പെടുക. അതായത് നമുക്ക് ഏത് കോളേജിലാണോ നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കുക എന്നുള്ള അതിന്റെ ഒഴിവുകൾക്കനുസരിച്ചിട്ടാണ്, അതനുസരിച്ച് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട പീരീഡ് 26, 27, 28 തീയതികൾക്കുള്ളിലാണ്. 3 മണി 28-ാം തീയതി 3 മണിക്കുള്ളിൽ നിങ്ങൾ കോളേജിൽ എല്ലാ ഡോക്യുമെന്റ്സുകളും സഹിതമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇൻക്ലൂഡിംഗ് TC എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ട്യൂഷൻ ഫീയും പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതത് കോളേജുകളുടെ ട്യൂഷൻ ഫീയും നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നടത്താനുള്ള സമയം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 26, 27, 28 തീയതികൾക്കുള്ളിലാണ് നിങ്ങൾ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്. അതുപോലെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ് അലോട്ടഡ് കിട്ടില്ല. അതായത് ഈ 3 ദിവസങ്ങളിൽ 26, 27, 28 തീയതികളിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആണ് ഇത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ. എത്ര കുട്ടികളാണ് അവിടെ വന്നത്, അത് എത്ര സീറ്റുകളുണ്ട്, ഇതിന് അനുസരിച്ചിട്ട് നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് സീറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സുകളും അവിടെ സബ്മിറ്റ് ചെയ്യുക. ആഫ്റ്റർ 28-ാം തീയതി 3 മണിക്ക് ശേഷം അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോഴേ നമുക്ക് അഡ്മിഷൻ കിട്ടിയോ എന്നുള്ള വിവരം അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്വാശ്രയ MBBS കോളേജുകളിലെ NRI കോട്ട സീറ്റിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ NRI കോട്ടയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഓരോ കോളേജുകളുടെയും ഒഴിവുകൾ നമുക്ക് നന്നായി മനസ്സിലാക്കണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്. അലസർ മെഡിക്കൽ കോളേജിൽ 12 സീറ്റുകളാണ് ഒഴിവുകളുള്ളത്. അതുപോലെ തന്നെ അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 4 സീറ്റുകൾ NRI മുസ്ലിം മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ DM വയനാട്ടിൽ 6 സീറ്റുകളുണ്ട്. PK ദാസിൽ 8 സീറ്റുകളുണ്ട്. കരുണ മെഡിക്കൽ കോളേജിൽ NRI മുസ്ലിം കാൻഡിഡേറ്റ്സിന് വേണ്ടി 10 സീറ്റും ജനറൽ 1 സീറ്റും, അങ്ങനെ ടോട്ടൽ 11 സീറ്റുകളാണുള്ളത്. മലബാർ മെഡിക്കൽ കോളേജിൽ 7 സീറ്റുകളാണ്. മൗണ്ട് സിയൻ മെഡിക്കൽ കോളേജിൽ 5 സീറ്റുകളുണ്ട്. സോമർവെല്ല മെമ്മോറിയൽ CSI 4 സീറ്റുകളാണുള്ളത്. SUT അക്കാദമിയിലെ 4 സീറ്റുകളാണുള്ളത്. അപ്പൊ NRI കാൻഡിഡേറ്റ് ശ്രദ്ധിക്കുക, ഏത് കോളേജിലാണോ കൂടുതൽ സീറ്റുകളുള്ളത് അവിടെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾക്ക് കോളേജുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ സീറ്റ് ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ഓരോരുത്തരായിട്ട് നിങ്ങളുടെ ഉചിതം പോലെ അത് ചെയ്യുക. ഓരോ കോളേജ് ഡിഫറെന്റ് കോളേജുകളിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. നമുക്ക് എവിടെയാ പ്രവേശനം ലഭിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവരുടെ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച NRI കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെട്ടതും ഇതുവരെ MBBS അലോട്ട്മെന്റ് ലഭിക്കാത്തതുമായ വിദ്യാർത്ഥികളുടെ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് NRI കോട്ടയിലേക്കുള്ള വെബ്സൈറ്റിൽ പട്ടിക നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും മേൽ വിവരിച്ച NRI കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ താല്പര്യമുള്ള കോളേജുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് കോളേജാണോ താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ചിലപ്പോൾ ഈ ഒഴിവുകളിൽ ചില വ്യത്യാസങ്ങളെല്ലാം വന്നേക്കാം. അപ്പൊ നമ്മുടെ ഒഴിവുകളിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് 28-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ റിപ്പോർട്ടിംഗ് ചെയ്യണം എന്ന് എത്രയും വേഗം തന്നെ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മുടെ സീറ്റുകൾ ഉറപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫീസ് ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഓൾ മെറിറ്റിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് അതിനും നമുക്കറിയാം 22 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റും ഓൾ മെറിറ്റിൽ 22 സീറ്റുമാണുള്ളത്. അപ്പൊ 24 സീറ്റുകൾക്ക് ജനറൽ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പേരുകൾ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സംശയമുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ 15% നിങ്ങളെ അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റ് ഫീസ് അല്ല കൊടുക്കേണ്ടത്. അവിടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ ഫീസ് തന്നെയായിരിക്കും കൊടുക്കേണ്ടത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.